നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഒമാനിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 3 നഴ്സുമാർ മരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി മാജിദ രതീഷ്, കൊല്ലം കൊട്ടിയം സ്വദേശി ഷർജ ഇല്യാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ 5 പേരടങ്ങുന്ന സംഘത്തെ വാഹനമിടിക്കുകയായിരുന്നു. ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിലെ മസ്കറ്റ് ഇബ്ര ഹൈവേയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:15 കൂടിയാണ് അപകടം നടന്നത്. അപകടത്തിൽ നഴ്സുമാരായ 2 മലയാളികൾ ഉൾപ്പെടെ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഡ്യൂട്ടിക്കായി ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. റോഡിന്റെ ഒരു ഭാഗം കടന്ന് മറുഭാഗത്തേക്ക് പോകാൻ കാത്തുനിൽക്കുകയായിരുന്ന ഇവർക്കെതിരെ വന്ന 2 വാനുകൾ കൂട്ടിയിടിച്ച് മറിയുകയായിരുന്നു. തൃശൂർ സ്വദേശി മജിദ രതീഷ്, കൊല്ലം സ്വദേശിനി ഷജീറ ഇല്യാസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. മരിച്ച മറ്റൊരാൾ ഈജിപ്ഷ്യൻ സ്വദേശിനിയാണ്. കൂടെയുണ്ടായിരുന്ന ഷെർലി ജാസ്മിൻ, മാളു മാത്യു എന്നീ 2 നഴ്സുമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ഒമാൻ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കും. യമൻ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയിൽ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി പങ്കെടുക്കും. അവള് മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിന്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവള് നന്നായിട്ടിരിക്കുന്നു. 12 വർഷത്തിന് ശേഷം മകളെ കണ്ടതിന്റെ ആശ്വാസത്തിലാണ് പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയും വർദ്ധിച്ചു. ഇന്നലെ ആക്ഷൻ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. യമൻ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയാണ് അടുത്ത ഘട്ടം. ചർച്ച ഫലം കണ്ടാൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് സംസാരിക്കാൻ അവസരം ലഭിക്കും. വിദേശ മലയാളി പൗരപ്രമുഖരും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. 24 കൊച്ചി. ഗസ ഇസ്രായേൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഗുണകരമാവുന്ന കാലത്തോളം ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗ ആസ്ഥാനം ദോഹയിൽ തന്നെ തുടരുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഹമാസുമായുള്ള ആശയവിനിമയം എളുപ്പമാക്കാൻ 2012 അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ദോഹയിൽ ആസ്ഥാനം അനുവദിച്ചതെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം ആസ്ഥാനം ദോഹയിൽ നിന്നും മാറ്റി സ്ഥാപിക്കാൻ ചില കോണുകളിൽ നിന്നും സമ്മർദ്ദമുയരുന്നതായി വാർത്തകൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. ആശയവിനിമയ ഉപാധി നിലനിർത്താനുള്ള വാഷിംഗ്ടണിന്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് 2012 മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയ്ക്ക് ദോഹ ആതിഥേയത്വം വഹിക്കുന്നത്. ഗസയിൽ മുമ്പുള്ളതും നിലവിലുള്ളതുമായ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഹമാസിന്റെ സാന്നിധ്യം നിർണായകമായിരുന്നുവെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടതാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഖത്തറിനു മേലുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തിനും വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതും കണക്കിലെടുത്ത് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഖത്തറിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അറബ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പ്രകാരം ഹമാസിന്റെ ഓഫീസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളെയെങ്കിലും അവർ സമീപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വാൾസ്ട്രീറ്റ് ലേഖനം പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കകം വാർത്ത നിഷേധിച്ച് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസൽ രംഗത്തെത്തിയിരുന്നു. ഗസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞ വർഷം നവംബർ 24-നും ഡിസംബർ 1-നുമിടയിൽ ഈജിപ്തുമായി ചേർന്ന ഖത്തർ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മധ്യസ്ഥർ എന്ന നിലയിൽ ഏതെങ്കിലും കക്ഷികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതില്ലെന്നായിരുന്നു ഖത്തറിന്റെ നിലപാട്. എന്നാൽ ഖത്തറിന്റെ നിർണായക മധ്യസ്ഥ ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടുന്ന ഇസ്രായേൽ ഉന്നതരും അമേരിക്കൻ നയതന്ത്രജ്ഞരും ഖത്തറിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ പ്രശ്നമുണ്ടെന്നും വിശ്വസനീയമല്ലെന്നുമായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥത ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണങ്ങൾക്ക് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി നൽകിയ മറുപടി. എന്തായാലും ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഏതെങ്കിലും സാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ ഹമാസിന്റെ രാഷ്ട്രീയ സാന്നിധ്യം ഖത്തറിൽ നിലനിർത്തിക്കൊണ്ടുതന്നെ ചർച്ചകൾ തുടരാനാണ് ഖത്തറിന്റെ തീരുമാനം. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിലെ അബൂ സമ്ര അതിർത്തിയിലൂടെ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച തോക്കുകളും ബുള്ളറ്റുകളും ലാൻഡ് കസ്റ്റംസ് പിടിച്ചെടുത്തു. തുറമുഖത്തെത്തിയ വാഹനത്തിൽ അത്യാധുനിക സ്കാനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. പരിശോധനയിൽ വാഹനത്തിനുള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിൽ 3 തോക്കുകളും 1900 ബുള്ളറ്റുകളും കണ്ടെത്തി.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജിദ്ദയിലെ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ടോക്ക് ഷോ ശ്രദ്ധേയമായി. പ്രവാസികളുടെ ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവെക്കുന്നതായിരുന്നു ചർച്ച. ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ ആകുലതകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ടോക്ക് ഷോ സംഘടിപ്പിച്ചത്. വോട്ടർമാർ ബൂത്തിലേക്ക് പ്രവാസികൾ നിലപാട് വ്യക്തമാക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാമൂഹിക, സാംസ്കാരിക, കലാ, സാഹിത്യ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. പ്രവാസ ലോകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പ്രവാസികൾക്കാകുമെന്നും ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ചർച്ചയിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനായി വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിൽ പരം നമുക്ക് ലജ്ജിക്കാനില്ല. ഇവിടെയുള്ള ആളുകൾ, ഈ രാജ്യത്തുള്ള ആളുകൾ എന്നോട് കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, പശുവിനെ കഴിച്ചാൽ കൊല്ലുന്ന ആളുകളുള്ള നാടാണോ നിങ്ങളുടെ നാട്? ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നിട്ടുണ്ട്, നാണം വിട്ടിട്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ മതേതര നിലപാടുകളിൽ നമുക്ക് സംശയമില്ല. തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തിന്റെ ഭാവിക്കായിട്ട് അവർ കൈകൊള്ളുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഈ നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. വർഗീയതയും വംശീയതയും ഇല്ലാത്ത ഇന്ത്യയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ജനാധിപത്യം നിലനിർത്താനും വസ്തുതകൾ വോട്ടർമാരിലേക്ക് എത്തിക്കാനും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനത്തിന്റെ അനിവാര്യതയും പല അംഗങ്ങളും എടുത്തു പറഞ്ഞു. മീഡിയ ഫോറം പ്രസിഡന്റ് സാദിഖ് അലി തൂവൂർ അധ്യക്ഷനായിരുന്നു. PM മായിൻകുട്ടി വിഷയം അവതരിപ്പിച്ചു. സുൽഫിക്കർ ഒതായി സ്വാഗതവും സാബിത് സലീം നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിൽ വിദ്യാർത്ഥിയെ സിറിഞ്ച് കൊണ്ട് കുത്തിയ അധ്യാപികയെ 21 ദിവസം കോടതി റിമാൻഡ് ചെയ്തു. 2 ദിവസം മുമ്പ് സാൽമിയയിലെ സ്വകാര്യ സ്കൂളിലാണ് സംഭവം. കുട്ടികളെ ക്ലാസ്സിൽ അടക്കി നിർത്തുന്നതിനായാണ് സിറിയക്കാരിയായ അധ്യാപിക സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയത്. വീട്ടിലെത്തി വിദ്യാർത്ഥി രക്ഷിതാക്കളോട് വിവരം പറഞ്ഞതോടെയാണ് അധ്യാപികയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വിധിയെഴുത്ത് നാളെ. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം. നിശബ്ദ പ്രചാരണത്തിന്റെ പകലിൽ വോട്ടർമാരെയും മതമേലധ്യക്ഷന്മാരെയും നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്വീകരണങ്ങളും പ്രവർത്തകരുടെ ആരവങ്ങളുമില്ലാതെ നിശബ്ദമായി വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. സ്ലിപ്പ് വിതരണവും മറ്റുമായി പ്രവർത്തകരും സജീവമായി. സാമുദായിക നേതാക്കളെ കണ്ട് സ്ഥാനാർത്ഥികളിൽ ചിലർ പിന്തുണ ഉറപ്പാക്കി. അനുഗ്രഹം തേടി മതമേലധ്യക്ഷന്മാരുടെ മുന്നിലെത്തിയവരുമുണ്ട്. മാർക്കറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ചായിരുന്നു തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ആലത്തൂരിലെ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കാണാനാണ് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴും ചില സ്ഥാനാർത്ഥികൾ. വോട്ടർമാർക്ക് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു. 20 സീറ്റിലും വിജയമുറപ്പെന്ന് K സുധാകരന്റെ ആത്മവിശ്വാസം. 20 ഔട്ട് ഓഫ് 20 തന്നെ. ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ വ്യതിചരിച്ചിട്ടില്ല. ഞാനല്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും വ്യതിചരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്. സംസ്ഥാനത്ത് അട്ടിമറി വിജയം നേടുമെന്നും BJPക്ക് അനുകൂലമായ അടിയൊഴുക്കുണ്ടെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിൽ അദൃശ്യവും അതിശക്തവുമായ ഒരടിയൊഴുക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വിജയപ്രതീക്ഷയിലാണ് LDF ക്യാമ്പും. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ജില്ലാ കളക്ടർ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ കൈമാറിയത്. ചൂട് പരിഗണിച്ച് ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. സുരക്ഷ കണക്കിലെടുത്ത് 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയത്. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച ശേഷം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉപകരണങ്ങൾ കൈമാറി. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം അതാത് കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കണം. തുടർന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിലെ സുരക്ഷയ്ക്ക് 66,303 പോലീസുകാരെ വിന്യസിച്ചു. 1,700 പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനാ നിരീക്ഷണമുണ്ടാകും. ഇതിനു പുറമെ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട കണ്ണൂർ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പതിച്ച മാവോയിസ്റ്റ് പോസ്റ്റർ പോലീസ് നീക്കം ചെയ്തു. പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് നിരോധനാജ്ഞ.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. വയനാട്ടിൽ കിറ്റ് വിവാദം തുടരുന്നതിനിടെ BJPയുടെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് 167 ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടി. വേങ്ങപ്പള്ളി പഞ്ചായത്തിലെ തെക്കുംതറയിൽ നിന്നാണ് കിറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിതരണം ചെയ്യാൻ വെച്ചിരുന്ന കിറ്റാണ് പിടിച്ചതെന്ന് LDFും UDFും ആരോപിച്ചു. BJPയുടെ പ്രാദേശിക നേതാവായ തെക്കുംതറ സ്വദേശി VK ശശിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയത് 167 കിറ്റുകൾ. 450 രൂപ മുഖവില വരുന്ന കിറ്റിൽ ഭക്ഷ്യസാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് കിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചതെന്നാണ് ആക്ഷേപം. കിറ്റുകൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് LDFും UDFും. തീർച്ചയായും ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം ഇത്തരം കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഇവരെ ആൾക്കാർ എല്ലാ കോളനിയും കയറി ഇറങ്ങി ഇന്ന് രാത്രി പിന്നെ കിറ്റ് ഇവിടെ എത്തും, കിറ്റ് കൊണ്ട് തരുന്നതിൻ്റെ എല്ലാ സ്ഥലത്തും ഈ വെങ്ങപ്പള്ളി പഞ്ചായത്ത് മൊത്തം കറങ്ങിയിട്ടുണ്ട്. ഇവർ നടന്നുകൊണ്ട് പറഞ്ഞതാണ് ഇവർ. കിറ്റുകൾ സേവാഭാരതിയുടേതാണെന്ന് BJP പ്രാദേശിക നേതൃത്വം. തെരഞ്ഞെടുപ്പിന് വിതരണം ചെയ്യാൻ എത്തിച്ചതല്ലെന്നും മറുപടി. ഈ കിറ്റ് ഇത് സേവാഭാരതി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഞങ്ങൾക്ക്. അവർ വിഷുവിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതുകൊണ്ട് അവർ തന്നെ നിർദ്ദേശം തന്നു, പിന്നെ ഈ സമയത്ത് കൊടുക്കരുത്, ഇലക്ഷനാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അതുവരെ എവിടേക്കും സൂക്ഷിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സേവാഭാരതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ അവിടെ വെച്ചു എന്നേ ഉള്ളൂ. കൃത്യമായ ബില്ലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല. തുടർ നടപടികളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് കൊണ്ടുപോയി. 24 വയനാട്. കോഴിക്കോട് തിരുവമ്പാടി പൊന്നാങ്കയത്ത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചതെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങൾ പിടികൂടി. BJP അനുഭാവിയായ കാനാട്ട് രഘുലാലിന്റെ വീട്ടിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളാണ് ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് പൊന്നാങ്കയം. വോട്ടെടുപ്പിന് തലേ ദിവസം പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നതായി പരാതി. തൃശൂർ ഒളരിയിലെ കോളനിയിൽ വീടൊന്നിന് 500 രൂപ വീതം BJP നൽകിയെന്നാണ് ആരോപണം. അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ആറ്റിങ്ങലിൽ UDF പ്രവർത്തകരിൽ നിന്ന് 5000 രൂപ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. തൃശൂർ വളരിയിലെ ശിവരാമപുരം കോളനിയിലാണ് വീടൊന്നിന് 500 രൂപ വീതം BJP പ്രവർത്തകർ വിതരണം ചെയ്തെന്ന് പരാതി. ചോദ്യം ചെയ്തതോടെ പണം വിതരണം ചെയ്യാനെത്തിയവർ മുങ്ങിയെന്നും നാട്ടുകാർ. അവർ വന്നിട്ടുണ്ടായിരുന്നു, എന്ത് സാധനങ്ങൾ തന്നു, കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ പൈസയാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ മടക്കി വിടുക ചെയ്തത്. അപ്പോൾ അവർ മേടിക്കില്ല, അത് നിങ്ങൾ കൈ പിടിച്ചോ എന്ന് പറഞ്ഞു. വന്നിട്ടുള്ളത് BJPയുടെ സുഭാഷ് എന്ന് പറഞ്ഞവനാണ്. എന്ത് ഞങ്ങൾ തന്നപ്പോൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ വേണ്ട, അത് കയ്യിൽ വെക്കിന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? ഒന്നും പറഞ്ഞില്ല. അവർ വേറൊരു കാര്യം പറഞ്ഞില്ല, ഇത് കയ്യിൽ വെച്ചാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഈ പൈസ കയ്യിൽ വെക്കും, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, രണ്ടാളും വേണ്ടാന്ന് പറഞ്ഞു, ഇത് കയ്യിൽ വെക്കും നിങ്ങളെന്ന് പറഞ്ഞു. തൃശൂരിൽ ചിലർ രാഷ്ട്രീയ മത്സരത്തിനല്ല ശ്രമിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കുറ്റപ്പെടുത്തി. ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരൂരിൽ സ്ലിപ്പ് വിതരണത്തിനിടെ UDF പ്രവർത്തകർ പണവും നൽകിയെന്നാണ് ആക്ഷേപം. പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ UDF പ്രവർത്തകരിൽ നിന്ന് 5000 രൂപ കണ്ടെത്തി. സീരിയൽ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം പണം തിരികെ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായതോടെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പിരിച്ചു നൽകുന്ന തുകയെന്ന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ന്യായീകരിച്ചു. ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതുകൊണ്ട് നാട്ടുകാരിൽ നിന്നും പണം പിരിച്ച് ഞങ്ങൾ ഓരോ സ്ഥലത്തും, ഞങ്ങളെന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നു എന്നുള്ളതല്ല, ഓരോ അതാത് പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാർ പണം പിരിച്ച് സമ്പത്തുണ്ടാക്കി അതാത് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. വടകരയിൽ UDF വർഗീയ പ്രചരണം നടത്തുന്നതായി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിദ്വേഷ പ്രചാരണത്തിന് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതിനെതിരെ UDFും രംഗത്തെത്തി. മീൻചന്ത ആർട്സ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ അബ്ദുൾ റിയാസിനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആലത്തൂർ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിലെത്തിയവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചതായി UDF പ്രവർത്തകരെ അപായപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ് ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. എന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസ്ഥ LDFനില്ലെന്ന് K രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആലത്തൂരിലെ ആയുധ വിവാദം. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് ആയുധങ്ങൾ ഉപേക്ഷിച്ചെന്നാണ് UDFന്റെ ആരോപണം.
തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDF ആയുധങ്ങൾ എത്തിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആരോപണം കള്ളമെന്ന് K. രാധാകൃഷ്ണൻ. ആയുധം ഉപയോഗിച്ചല്ല ബാലറ്റ് ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് LDF മത്സരിക്കുന്നതെന്നും K. രാധാകൃഷ്ണൻ. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ല പിന്നെ ഈ വിട്ടകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ വാഹനത്തിലാണ് ആയുധം കടത്തിയതെന്ന് TN പ്രതാപനും ആരോപിച്ചു. മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബന്ധുവിൻ്റെ വാഹനത്തിൽ നിന്നും ആയുധം കണ്ടെത്തിയത്. ഇതിന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ മന്ത്രി K. രാധാകൃഷ്ണന്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നാണ് ചേലക്കര പോലീസിന്റെ വിശദീകരണം. സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ആലത്തൂരിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരിക്കുന്നത്. ഈ വിവാദത്തെ വോട്ടർമാർ സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ശ്യാംകുമാർ, 24 ആലത്തൂർ. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭ മുഖപത്രം ജീവനാദം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ലെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. നരേന്ദ്രമോദിക്കുള്ള മറുപടിയായി പോളിംഗ് ബൂത്തിൽ ചൂണ്ടുവിരൽ നീട്ടണമെന്നും ജീവനാദം ആഹ്വാനം ചെയ്തു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ടെലിവിഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന പ്രോമാക്സ് പുരസ്കാര തിളക്കത്തിൽ 24ഉം ഫ്ലവേഴ്സും. 2 സിൽവറാണ് ഇത്തവണത്തെ നേട്ടം. 24ലെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്നീ പരിപാടികളുടെ പ്രൊമോയ്ക്കാണ് പുരസ്കാരം. ആലുവയിൽ നിന്ന് ശിവരാജൻ ചോദിക്കുന്നു, ഇന്ന് സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്ന്. 60 സെക്കൻഡിലധികം ദൈർഘ്യമുള്ള പ്രൊമോകളുടെ വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിലുള്ള സിൽവർ പുരസ്കാരത്തിനാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയുടെ പ്രൊമോ അർഹമായത്. പ്രൊമോ സംവിധാനം ചെയ്തത് വിവേക് AN. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. TD ശ്രീനിവാസാണ് ഛായാഗ്രഹണം. സാബു മോഹൻ കലാസംവിധാനവും ദിനേശ് ഭാസ്കർ എഡിറ്റും നിർവഹിച്ചിരിക്കുന്നു. മ്യൂസിക് നന്ദു കർത്ത, സൗണ്ട് ഡിസൈൻ ടിജോ സെബാസ്റ്റ്യൻ, പ്രിജു ജോസ് കളറിംഗും നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വാർത്ത വരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ തീവ്രമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും പെട്രോളിനും ഡീസലിനും വില കൂടാൻ സാധ്യതയുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചിരുന്ന ബുദ്ധി. ചിൽഡ്രൻസ് പ്രൊമോ വിഭാഗത്തിലാണ് ഫ്ലവേഴ്സിന് നേട്ടം. ജനപ്രിയ റിയാലിറ്റി ഷോയായ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പ്രൊമോ സിൽവർ പുരസ്കാരം നേടി. സംവിധാനം മുകേഷ്. മിഥുൻ മുരളീധരൻ ഛായാഗ്രഹണം നിർവഹിച്ചപ്പോൾ ഗ്രാഫിക്സ് ഒരുക്കിയത് സുജേഷ് AK. ദിനേശ് ഭാസ്കർ എഡിറ്റിംഗും പ്രിജു ജോസ് കളറിംഗും നിർവഹിച്ചിരിക്കുന്നു. അഭിഷേക് യോവാസിന്റേതാണ് സംഗീതം. ടെലിവിഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന പ്രോമാക്സ് വേദിയിൽ ഡിസ്നി സ്റ്റാർ, സി തുടങ്ങിയ മാധ്യമങ്ങളോട് മത്സരിച്ചാണ് ഫ്ലവേഴ്സും 24ഉം അഭിമാന നേട്ടങ്ങൾ കേരളത്തിലെത്തിച്ചത്. 100ഓളം രാജ്യങ്ങളിലെ ദൃശ്യമാധ്യമ കലാകാരന്മാർ അംഗങ്ങളായ അന്താരാഷ്ട്ര സംഘടനയാണ് പ്രോമാക്സ്. ഒരു വീടറിയേണ്ട വാർത്തകൾ. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് 24ൽ. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ 3 ദിവസം കുടിവെള്ളം മുടങ്ങും. അരുവിക്കരയിൽ നിന്നുള്ള മൺവിള ടാങ്കിലേക്കുള്ള പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് തടസ്സം. നാളെ രാവിലെ 6 മണി മുതൽ 29 രാവിലെ 6 മണി വരെയാണ് നിയന്ത്രണം. മുട്ടട, നാലാഞ്ചിറ, പരുത്തിപ്പാറ, കേശവദാസപുരം, പാറോട്ടുകോണം, ഇടവക്കോട്, ശ്രീകാര്യം, പോങ്ങുമൂട്, ചെറുവയ്ക്കൽ, ചെല്ലമംഗലം, ചെമ്പഴന്തി, ഞാണ്ടൂർക്കോണം, പുലയനാർകോട്ട, കരിമണൽ, കുഴിവിള, കാര്യവട്ടം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, ആക്കുളം, കിൻഫ്ര, പാങ്ങപ്പാറ, കരിയം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശുദ്ധജലം മുടങ്ങുക. ഉയർന്ന പ്രദേശങ്ങളിൽ 30-ന് രാത്രിയോടെ മാത്രമേ ജലവിതരണം സാധാരണ നിലയിലാകൂ. LDFും ഫാസിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളെന്ന് സമസ്ത കേന്ദ്ര മുശാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സംരക്ഷണം ഏറ്റെടുക്കുന്ന CPIM പാർട്ടി ഗ്രാമങ്ങളിൽ മുസ്ലിം വിദ്വേഷ പ്രവർത്തനം നടത്തുന്നുവെന്നും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആരോപിച്ചു. സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇടതുപക്ഷത്തെ പിന്തുണച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം രംഗത്ത് വന്നതിന് പിന്നാലെ സമസ്തയിലെ
ലീഗ് അനുകൂല നേതാക്കൾ മുസ്ലിം ലീഗിന് പ്രതിരോധം തീർക്കുന്ന കാഴ്ച തുടരുകയാണ്. CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് സമസ്തയിലെ മുതിർന്ന അംഗമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവിയാണ് ഇന്നെത്തിയത്. LDF-ഉം ഫാഷിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പല ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. ഫാഷിസത്തെയും കേരളത്തിലെ LDF-നെയും ജനാധിപത്യ വിശ്വാസികൾ ഒരേ മനസ്സ് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മുസ്ലിം പെൺകുട്ടിയുടെ തട്ടമഴിപ്പിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ CPIM തട്ടമിട്ട പെൺകുട്ടികളെ വെച്ച് പരസ്യം ചെയ്യുന്നുവെന്നും വിമർശനം. അവർ 4 മാസം മുമ്പ് അവകാശവാദം ഉന്നയിച്ചു, ഞങ്ങളാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം വലിച്ച് ഊരിയത്. എന്നിട്ട് ആ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ തന്നെ അവർക്ക് പരസ്യത്തിൽ കൊടുക്കേണ്ടി വന്നു ഇന്നലെ. അത് അവരെ കുറ്റം പറയേണ്ടി കഴിഞ്ഞാൽ അവരുടെ നയം അതാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. സമസ്തയിലെ ലീഗ് പക്ഷക്കാരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. സമസ്തയിൽ നിന്നുള്ള ഒരു ചെറിയ വിരുദ്ധ സംഘം കൂടി ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അത് സമസ്ത ഒന്നിച്ചെതിർക്കും എന്നവർക്ക് ബോധ്യം തോന്നുന്നു. അങ്ങനെ വന്നപ്പോൾ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാൻ നോക്കുന്നത് പാഴ്വേലയെന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതൊരു പാഴ്വേലയാണ്. സമസ്തയും ലീഗിനെയും ഒക്കെ തെറ്റിക്കാനൊക്കെ നോക്കുന്ന ഒരു പാഴ്വേലയാണ്. അതിലെല്ലാം അവരെന്നെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയക്കാരും പല ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ട്, അത് വേറെ കാര്യം. അതിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. ലീഗിനെ ലക്ഷ്യമിട്ട് സമസ്തയുടെ പേരിൽ ഇറക്കിയ ചോദ്യാവലിക്ക് ബദൽ ചോദ്യാവലി പൊന്നാനി ടീം സമസ്ത കൂട്ടായ്മയുടെ പേരിൽ ഇന്ന് പുറത്തു വന്നു. ശരീഅത്ത് കാടൻ നിയമമാണെന്ന് പറഞ്ഞ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആര് എന്നിങ്ങനെ ഇടതുപക്ഷത്തെ പരിഹസിച്ചാണ് ചോദ്യങ്ങൾ. ലീഗ് നേതാക്കളുടെ മുൻകാല സമസ്ത വിരുദ്ധ പ്രസംഗങ്ങൾ കോർത്തിണക്കി പൊന്നാനിയിൽ ലീഗിനെതിരെ വീഡിയോ പ്രചാരണവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.